സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ മോദിജിയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിശദീകരിച്ചു. ഈ സന്ദർഭത്തിൽ ഇവിടെ ശബരിമല സംരക്ഷണം, അതുപോലെ ആചാര സംരക്ഷണം, ഇതൊക്കെ ഇവിടെ വിശദീകരിച്ചതാണ്. വളരെ പ്രാധാന്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. സമയം വളരെ വൈകിട്ടില്ലെന്ന കൃത്യമായ ബോധ്യവും എനിക്കുണ്ട്. കഴിഞ്ഞ മാസം 8-ാം തീയതി ബുധനാഴ്ച തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് ക്ലിഫ് ഹൗസ് വരെയുള്ള ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നേതൃത്വം നൽകിയ ആ ഒരു സമര പ്രതിഷേധ യാത്രയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അവിടെ അതിശക്തമായി പ്രക്ഷോഭങ്ങളുമായി ഈ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചെടുത്ത ആളുകൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി കടന്നു വന്നപ്പോ ആ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മുന്നിൽ നിന്ന് പടവഹിച്ചപ്പോ കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണമെന്ന ശക്തമായ ആഹ്വാനവുമായി ഇവിടെ മതവിശ്വാസികളായ ആളുകൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോ ഇവിടെയുള്ള ഈ കാട്ടുകള്ളന്മാരായ ആളുകൾ ഭയവിഹ്വലരായപ്പോ അവരെന്താ ചെയ്തത്? അവർക്ക് മനസ്സിലായി ഇത് കേരളം ഏറ്റെടുത്തിരിക്കുന്നു, ഇത് കേരളത്തിലെ ജനങ്ങൾ, വിശ്വാസികളായ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന കൃത്യമായ ബോധ്യമുണ്ടായപ്പോ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു മരംമുറി ചാനൽ ഈ കൈരളി ടിവിയെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അവര് ഈ കേരളത്തില് അധപ്പതിച്ച രീതിയിൽ അവര് കൃത്യമായ അജണ്ടയുമായി പ്രൊപ്പഗണ്ടയുമായി അവര് കടന്നു വരികയാണ്. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെ ആരോപണങ്ങളുമായിട്ട് ഒരു നട്ടാൽ മുടക്കാത്ത കള്ളവുമായിട്ട് ഈ ആളുകൾ കടന്നു വരുന്നു. അവര് പറയാ 500 കോടിയുടെ അഴിമതി നടത്തിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന്. ഇവര് ഈ 4 മുറിക്കുള്ളിൽ, ഈ ഒരു അടച്ചുപൂട്ടിയ മുറിക്കുള്ളിൽ വന്ന് ഈ പറയുന്ന മൊട്ടയും അതുപോലെയുള്ള ആളുകളും ആൻഡോയും വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഈ കേരളത്തിലെ ആളുകളെ കിട്ടില്ല. എന്തേ കാരണമെന്നറിയോ? രാജീവ് ചന്ദ്രശേഖർജി ഈ ആരോപണം വന്നപ്പോ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, എന്റെ കൈകൾ ശുദ്ധമാണ്, എന്റെ കൈകൾ ശുദ്ധമാണ്, ഞാനൊരു അഴിമതിയും നടത്തിയിട്ടില്ല. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, ഈ തിരൂരിന്റെ ഒഴൂർ കവലയിൽ ഇവിടെ ജീവിക്കുന്ന വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. 2G സ്പെക്ട്രം പോലെ ഭാരതത്തെ പിടിച്ചു കുലുക്കിയ അഴിമതിക്ക് മുന്നിൽ നിന്ന് പടനയിച്ച് ആ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്ന രാജീവ് ചന്ദ്രശേഖർക്കെതിരാണ് ഈ ആളുകൾ ആരോപണവുമായി കടന്നു വരുന്നത്. ഈ ആരോപണം ഉന്നയിച്ചപ്പോ മിണ്ടാതെ വീട്ടിൽ കയറി വാതിലടച്ചിരിക്കുകയല്ല അദ്ദേഹം ചെയ്തത്, മറിച്ച് 10 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ച് ഞാനിതാ സന്നദ്ധനാണ്, ഈ ആരോപണത്തിന് മറുപടി പറയാൻ കോടതിയിൽ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രസിഡന്റ് ഇറങ്ങിയപ്പോ ആൻഡോ പറയാ, ഈ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി പറയാ, ഈ ശ്വാനം വെള്ളത്തിൽ വീണാനുള്ള ഒച്ചയായിട്ട് ആളുകളെ മുമ്പിൽ വന്നിട്ട് പറയാ, നീ എന്നാടാ മാധ്യമ മുതലാളിയായത്? നീ മാധ്യമ മുതലാളിയായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥനായി നീ മാറി മാധ്യമ മുതലാളിയായത്. അതിനു മുമ്പ് ആൻഡോ നിന്നെ കേരളം അടയാളപ്പെടുത്തിയത് മുട്ടിൽ മരം മുറിക്കവനായിട്ടാണ്. അതുപോലെ പന്നിമരത്തും അതുപോലെ ഗുണ്ടാപ്പിരിവുമായി നടന്നിരുന്ന ആളായിട്ടാണ്. 3000 കോടി മാംഗോ ഫോണിന്റെ പേരിൽ അഴിമതി നടത്തിയ കാട്ടുകള്ളനായിട്ടാണ് ഈ കേരളം നിന്നെ അടയാളപ്പെടുത്തിയത്. ആ നീയാണോ രാജീവ് ചന്ദ്രശേഖർക്കെതിരിൽ ആരോപണം ഉന്നയിക്കുന്നത്? ആ നീയാണോ രാജീവ് ചന്ദ്രശേഖർജിക്കെതിരിൽ ആരോപണവുമായി കടന്നു വരുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഈ സമര പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചൊന്നിച്ച് ഒരുമിച്ച്
സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ശബരിമലയിലെ സ്വർണ്ണപ്പാത്തികൾ മാത്രമല്ല, കേരളത്തിന്റെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, ചെറിയ ചെറിയ അമ്പലങ്ങൾ, അവിടേക്ക് വിശ്വാസികൾ സമർപ്പിച്ച പൊൻതരികളടക്കം 1 പവൻ, 2 പവൻ, 10 പവൻ പടിശ്ശേരിയിൽ അതുപോലെ പല സ്ഥലങ്ങളിലും ഇവർ അപഹരിച്ചെടുക്കുകയാണ്. നമ്മൾ തുറന്ന കണ്ണോടുകൂടി, ജാഗ്രതയോടുകൂടി ഈ സമര പോരാട്ടത്തിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഈ വിശ്വാസ സംരക്ഷണം, ആചാര സംരക്ഷണം, അനുഷ്ഠാന സംരക്ഷണം ഇത് രാജ്യത്തിന്റെ പൈതൃകമാണ്. ഏതൊരു വിശ്വാസിക്കും അവന്റെ മതം, അവന്റെ വിശ്വാസം, ആചാര അനുഷ്ഠാന കർമ്മ പദ്ധതികൾ ആചരിക്കാൻ, അനുഷ്ഠിക്കാൻ, അത് ജീവിതത്തിന്റെ പഠന പ്രബോധന പ്രയോഗവൽക്കരണ പാതയിൽ ആചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ശബരിമലയുടെ ഒരു വിഷയം മാത്രമല്ല. കഴിഞ്ഞ ദിവസം ഇവിടെ വേദിയിലിരിക്കുന്ന എന്റെ പ്രിയങ്കരനായ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, അഭിവന്ദ്യനായ കള്ളിയത്ത് സത്താർ ഹാജി ഇവിടെ കൽപ്പകഞ്ചേരിയിൽ ഐരാനി ജുമാ മസ്ജിദിൽ നിന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ചില ആളുകൾ കടന്നു വരിക. എന്നിട്ട് വയോധികനായ സത്താർ ഹാജിയെ അവര് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, അവര് ആക്രമിക്കാൻ തുനിയുന്നു, അവര് ഭീഷണി നടത്തുന്നു. അവര് പറയാ, നീ BJP ആണ്, നീ RSSകാരനാണ്, നീ പള്ളിയിൽ വരാൻ പാടില്ല, ഞങ്ങൾ കയ്യേറ്റം ചെയ്യുമെന്ന്. ഈ പറയുന്ന ആൾക്കാരാരെന്നറിയോ? ഈ പള്ളിയുടെ മൂത്രപ്പരന്റെ പോലും അവകാശമില്ലാത്തവർ. ആരാ കള്ളിയത്? സത്താർ ഹാജി. അദ്ദേഹത്തിന്റെ പിതാമഹന്മാർ അവര് സംഭാവനയായി നൽകി, അവര് വഖഫായി നൽകി, അവര് പണിത് നൽകിയ പള്ളിയിലേക്കാണ് ആ പള്ളി വഖഫ് ചെയ്ത് നൽകിയ പിതാമഹന്മാരുടെ കൊച്ചുമകൻ കള്ളിയത്ത് സത്താർ ഹാജി പോകുമ്പോ വരാൻ പാടില്ലെന്ന് പറയാൻ ആരാണ് നീയൊക്കെ എന്നാ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, ആചാര സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തെ പൗരന്മാർക്ക് മതമനുസരിച്ച്, അവന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ല. അത് സംരക്ഷിച്ചു പിടിക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരേ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട്, ആഗോള ആളില്ലാ സംഗമം നടത്തിയല്ലോ. ആഗോള അയ്യപ്പ സംഗമം എന്നും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരള ഗവൺമെന്റ് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു. കാലിയായ സദസ് അവിടെ വെച്ച് ഞങ്ങൾ പറയും, ഹൃദയത്തിൽ ഒരു തരിമ്പെങ്കിലും ഈമാനുണ്ടെങ്കിലും എന്ന് പറഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ സംസാരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറയാ, എന്താ സംഗതി? ആഗോള അയ്യപ്പ സംഗമം. എന്നിട്ട് അദ്ദേഹം പറയാ, നമ്മൾ പറയാറുണ്ടല്ലോ, പള്ളിക്കെട്ട് ശബരിമല, കല്ലും മുള്ളും കാലിക്കുത്ത. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഈ കാലിക്കുത്ത. നാടൻ കുത്ത, അതുപോലെ ഗൾഫ് കുത്ത, വിദേശ കുത്തൊക്കെ നമ്മൾ കേൾക്കും. കാലിക്കുത്ത ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ 4 or 5 വയസ്സ് പോലും ആവാത്ത പിഞ്ചു മക്കളോട് അവര് പറയൂലേ, പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും മുള്ളും കാലുക്കുമത്തെ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ നെയ്യഭിഷേകം സ്വാമിക്ക്. അതിവിടുത്തെ ഈ കൊച്ചു കുട്ടികൾ വരെ പാടും. അതാണ് 10-15 വയസ്സായാലും മുഴുവൻ മനുഷ്യൻ നിന്നിട്ട് പറയാ, എന്തുട്ട് കല്ലും മുള്ളും കാലിക്കുത്ത. അപ്പൊ മനസ്സിലൊരു തരിമ്പ് പോലും ഈ വിശ്വാസമില്ല, ആത്മാർത്ഥതയില്ല. പാവപ്പെട്ട ആളുകളെ അപമാനിക്കാൻ, അവരെ കണ്ണിൽ പൊടിയിടാൻ, അവന്റെ വിശ്വാസത്തെ വഞ്ചിക്കാൻ, അവന്റെ വോട്ട് സൂത്രത്തിൽ തട്ടിച്ചെടുക്കാൻ, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഇവര് കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലേക്ക് തെരഞ്ഞെടുപ്പ് സംജാതമാകുമ്പോ, തെരഞ്ഞെടുപ്പ്, നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ സംജാതമായി നിൽക്കുന്നു.
നടക്കുന്ന ഈ സന്നിഗ്ധ ഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ, വിശ്വാസത്തോടെ, ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ യാതൊരു തരത്തിലുമുള്ള വ്യതിരിക്തതയും വൈജാത്യവും വൈചിത്ര്യവും വൈഭിന്യവും കടന്നു വരാതെ സ്നേഹത്തിലും ഇഷ്ടത്തിലും ഐക്യത്തിലും നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയണം. ജാതിക്കപ്പുറം, മതത്തിനപ്പുറം, എല്ലാറ്റിനുമപ്പുറം ഈ രാഷ്ട്രമെന്ന, ഈ രാജ്യമെന്ന, ഇന്ത്യ മഹാരാജ്യമെന്ന, ഭാരത മഹാരാജ്യമെന്ന ആ ഒരു വിശ്വാസത്തിലും ആ ഒരു വികാരത്തിലും നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയണം. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വരി കൂടെ പറഞ്ഞ്, പൂന്താനത്തിന്റെ വരി തിരൂര് വരുമ്പോ, ഈ പരിസരത്ത് വരുമ്പോ പൂന്താനത്തെ അനുസ്മരിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. കുടിയല്ല പറക്കുന്ന നേരത്തും, കുടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃത എന്ന് ചോദിച്ച പൂന്താനം മഹാകവിയെ പോലെ പരസ്പര സ്നേഹത്തിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ ഇതിഹാസം രചിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് BJP.